എന്താണ് ഇതിനു പിന്നിലെ സാഹചര്യം? ഈ വില വർദ്ധിപ്പിക്കേണ്ടി വന്ന സാഹചര്യത്തെക്കുറിച്ച് ആരും മിണ്ടുന്നില്ല. ഇത് വസ്തുത അറിയാത്തവരല്ല നമ്മുടെ പ്രതിപക്ഷം എന്ന് പറയുന്നത്. കാരണം പ്രതിപക്ഷത്തിൻ്റെ സമയത്താണ് ഈ സബ്സിഡി സാധനങ്ങളുടെ നിരക്ക് അത് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ഈ പറയുന്നത് പോലെ നമ്മൾ കണക്കുകൾ നോക്കുകയാണെങ്കിൽ 2016 ഒന്നാം പിണറായി സർക്കാർ വരുന്നത്. പിന്നീട് രണ്ടാം പിണറായി സർക്കാർ വന്നു. ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം ഇവരുടെ ഒരാകെ വർഷം എന്ന് പറയുന്നത് 7 വർഷം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു ഘട്ടത്തിൽ ഇത്രയും നാൾ വില വർദ്ധിപ്പിച്ചിട്ടില്ല. കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾ സപ്ലൈകോയ്ക്ക് ഇനിയും നൽകാനുള്ളത് 2000-ഓളം കോടി രൂപയാണ്. അതാരും പറയുന്നില്ല. സപ്ലൈകോ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. സപ്ലൈകോയുടെ ടെൻഡർ നൽകുമ്പോൾ എടുക്കാൻ ആളില്ല. എന്തുകൊണ്ടാണ് അത്രയും കുറഞ്ഞ നിരക്കിൽ നമ്മൾ ജനങ്ങൾക്ക് സാധനം നൽകിക്കൊണ്ടിരിക്കുകയാണ്? ഇപ്പോൾ ഒരു ഉദാഹരണം, ഇന്നിപ്പോൾ ഈ ഒരു നിരക്ക് വർദ്ധിപ്പിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ചെറുപയർ 1 കിലോ നൽകുന്നത് പൊതുവിപണിയിലെ നിരക്ക് പ്രകാരമാണെങ്കിൽ 142 രൂപ 50 പൈസയാണ് ചെറുപയറിന് നൽകേണ്ടി വരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ പുതുക്കി നിശ്ചയിച്ചതിന് ശേഷം പോലും ജനങ്ങൾക്ക് അത് സപ്ലൈകോയിലൂടെ ലഭ്യമാക്കുന്നത് 92 രൂപ 62 പൈസയ്ക്കാണ്. അതായത് 49 രൂപ 87 പൈസ പൊതുവിപണിയിൽ നിന്നും കുറച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ ആ രീതിയിൽ വലിയൊരാശ്വാസമാണ് ജനങ്ങൾക്കിത് പകർന്നുകൊണ്ടിരുന്നത്. ഏകദേശം 40 ലക്ഷത്തോളം കുടുംബങ്ങൾ ഇതിൽ കൃത്യമായ രീതിയിൽ ഇതിൻ്റെ ഗുണഭോക്താക്കൾ ഈ ജനങ്ങളെ കൈവിടരുത്. അതുകൊണ്ട് മാത്രമാണ് ഈ എല്ലാ രീതിയിലും കടം പല വകുപ്പുകളുടെ നൽകേണ്ട തുകകൾ അത് സമാഹരിച്ചുകൊണ്ട് സപ്ലൈകോയ്ക്ക് നൽകുന്നു. ചെറുപയറിന്റെ മാത്രമല്ല മറ്റ് സബ്സിഡി നിരക്കിലുള്ള മറ്റു സാധനങ്ങളുടെ കണക്ക് കൂടി എന്ന് പറയുന്നത് ജനപ്രേക്ഷകർക്ക് നന്നായിരിക്കും തോന്നുന്നു. തീർച്ചയായും. ഏതായാലും ഇതിന്റെ നിരക്കുകൾ നോക്കുമ്പോൾ ഒന്ന് ഉഴുന്നാണ്. ഉഴുന്നിന്റെ വില എന്ന് പറയുന്നത് അതും 1 കിലോ പൊതുവിപണിയിലെ നിരക്ക് എന്ന് പറയുന്നത് 146 രൂപ 57 പൈസയാണ്. അപ്പോൾ പുതുക്കിയ സബ്സിഡി നിരക്ക് പ്രകാരം അത് സപ്ലൈകോയിലൂടെ ജനങ്ങൾക്ക് ലഭിക്കുക 95 രൂപ 28 പൈസയ്ക്ക്. അതിൽ കുറവ് വരുന്നത് പൊതുവിപണിയിൽ നിന്ന് ജനങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ആനുകൂല്യം എന്ന് പറയുന്നത് 51 രൂപ 29 പൈസയുടെയാണ്. പിന്നെ ഏറ്റവും ഇന്നിപ്പോൾ പല മാധ്യമങ്ങളും നമ്മൾ പറഞ്ഞു ഈ പറയുന്നത് പോലെ മുളക് ഇനി എരിയും എന്നുള്ളൊരു ക്യാപ്ഷനൊക്കെയാണ് പലരും നൽകുന്നത്. പക്ഷേ അതിനുള്ള സാഹചര്യമൊന്നും ആരും പറയുന്നില്ലെങ്കിൽ പോലും മുളക് 1/2 കിലോ മുളക് നൽകുന്നത് നിലവിൽ പൊതുവിപണിയിലെ വില എന്ന് പറയുന്നത് 126 രൂപ 25 പൈസയാണ്. അതാണ് 82 രൂപയ്ക്ക് ഈ സപ്ലൈകോയിലൂടെ നൽകുന്നത്. അങ്ങനെ ഓരോന്നിൻ്റെ നിരക്കെടുത്താലും നമുക്കിത് തന്നെയാണ് പറയാൻ സാധിക്കുന്നത്. ഓരോ രീതിയിലും വലിയൊരു ആശ്വാസമാണ് ഈ സപ്ലൈകോ ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭക്ഷ്യമന്ത്രി തന്നെ നിലവിൽ ഇന്നിപ്പോൾ നിയമസഭയിൽ ഇന്നത്തെ ഒരു സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ നിലപാട് എടുത്തു പറയാതിരിക്കാൻ സാധിക്കില്ല. കാരണം കഴിഞ്ഞ ദിവസം സപ്ലൈകോയുടെ വിഷയം സഭയിൽ അടിയന്തര പ്രമേയമായി വന്നു. ഈ അടിയന്തര പ്രമേയമായി വന്നപ്പോൾ അന്ന് പ്രമേയ അവതാരകൻ ഷാഫി പറമ്പിൽ തന്നെ ഭക്ഷ്യമന്ത്രിയോട് പറയുന്നു, ഈ സപ്ലൈകോയ്ക്ക് എന്തിനാണ് നിങ്ങളിങ്ങനെ സബ്സിഡി നൽകുന്നത് എന്ന് ചോദിച്ച പ്രതിപക്ഷമാണ്. അത് എടുത്തു പറയേണ്ടതാണ്. കാരണം എന്നിട്ടും മന്ത്രിയോട് തന്നെ പറയുകയാണ്, എന്തിന് നിങ്ങളിങ്ങനെ സബ്സിഡി കൊടുത്ത് ആ സ്ഥാപനത്തെ ഇല്ലാതാക്കുന്നു, സബ്സിഡി നിരക്ക് എന്തുകൊണ്ട് വർദ്ധിപ്പിക്കുന്നില്ല എന്ന് ചോദിച്ച പ്രതിപക്ഷമാണ് ഇന്ന് ഈ വിഷയത്തിൽ ഒരു സബ്മിഷൻ കൊണ്ടുവരികയും അതിൽ സഭ സ്തംഭിപ്പിക്കാനുള്ള നീക്കവും നടത്തുന്നത്. ഇതിന് പിന്നിലെ ഒരു ഇരട്ടത്താപ്പ് അത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അത് പ്രത്യേകിച്ച് നോട്ട് ചെയ്യണം. കാരണം അവരുടെ കാലത്ത് നിരവധി തവണ സബ്സിഡി നിരക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഈ LDF സർക്കാർ വന്നതിന് ശേഷം സബ്സിഡി നിരക്കിൽ ഒരു ഉൽപ്പന്നത്തിന് പോലും നിരക്ക് വർദ്ധിപ്പിച്ചിട്ടില്ല. ഇപ്പോൾ ആ സ്ഥാപനം തന്നെ വല്ലാത്തൊരു പ്രതിസന്ധിയിലായിട്ടുള്ള ഒരു സാഹചര്യമാണ്. സഹായിക്കാൻ കേന്ദ്രമില്ല. കേന്ദ്രത്തിന്റെ വാതിലിൽ നിരവധി തവണ മുട്ടി, അവർ തിരിഞ്ഞു നോക്കുന്നില്ല. പലതവണ ഭക്ഷ്യമന്ത്രി നേരിട്ട് ചെന്നു, അരിയുടെ വിലയിലെങ്കിലും ഒരല്പം കുറവ് വരുത്തണം, അല്ലെങ്കിൽ അരി കൂടുതൽ ലഭ്യമാക്കണം, ഇങ്ങനെ നിരവധി ആവശ്യങ്ങൾ വെച്ചു. ഇതിലൊന്നും അനുകൂല നിലപാട് സ്വീകരിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു പൊതുവിതരണ സമ്പ്രദായത്തെ അതിനെ നിലനിർത്തി കൊണ്ടുപോകുക എന്നുള്ളതാണ് സർക്കാരിന്റെ ലക്ഷ്യം. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ ഒരു നിരക്ക് വർധനവിനെ കാണേണ്ടത്.